പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വേദ കുഞ്ഞിന് വേണ്ടി കൊണ്ടുവന്ന ഗിഫ്റ്റ് ശ്രീകാന്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ വേദയും വിക്രമും ഒരുമിച്ച് പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന രാമന്റെയും സീതയുടെയും വിഗ്രഹത്തെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നതിനിടയിൽ വേദയും വിക്രമും പരസ്പരം നോക്കുന്നുണ്ട്. വിളക്ക് കത്തിക്കുന്നതിനിടയിൽ വേദയും വിക്രമും പരസ്പരം നോക്കുന്നുണ്ട്. വേദയും വിക്രമും പരസ്പരം സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ വേദയുടെ മുത്തശ്ശിയും പത്മവും അവർ രണ്ടുപേരും ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ഇരിക്കുന്ന പെട്ടിയുമായിട്ട് വരുന്നുണ്ട്. അതെല്ലാം വേദയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുവാണ്, രണ്ടുപേരും അംഗീകരിച്ച കുടുംബമായതുകൊണ്ട് ഈ ആഭരണം വേദയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന്. ഈ ആഭരണങ്ങളെല്ലാം വേദയ്ക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും സമ്മതിക്കണമെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. വേദയുടെ സ്വഭാവത്തിനനുസരിച്ച് ആ ആഭരണങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കാനാണ് സാധ്യത. ഈ ആഭരണങ്ങളെല്ലാം സ്വീകരിക്കണമെന്നൊക്കെ വിക്രമിന്റെ അച്ഛനോടൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ പരസ്പരം സ്നേഹത്തോടെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ വേദയും വിക്രമും റൂമിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. പ്രപഞ്ചം പോലെ ആണ് നമ്മുടെ ജീവിതവും, അത് വളരെ സങ്കീർണമാണ്, ജീവിതം എങ്ങനെയാണെന്നൊക്കെ പ്രവചിക്കാനൊന്നും കഴിയത്തില്ല എന്നൊക്കെ രണ്ടുപേരും കൂടെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് വർഷയുടെ 4 വളകൾ കാണാനില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വിക്രമിന്റെ വീട്ടുകാരെല്ലാം വർഷയുടെ ഈ ഒരു പരാതിയിൽ അപമാനിക്കപ്പെട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.